പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എടപ്പള്ളി ഉക്കാട്ടുപടി റോഡിൽ മുണ്ടമ്പാലം എന്ന ജംഗ്ഷനിലെ ഒരു അതിഭീകര വെള്ളക്കെട്ടാണ്. ഏതാണ്ട് 200-250 മീറ്ററോളം മുണ്ടമ്പാലം ജംഗ്ഷൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അതിനെ മുണ്ടമ്പാലം ജംഗ്ഷനെ ക്രോസ് ചെയ്ത് ഒരു തോട് പോകുന്നുണ്ട്. ആ തോട്ടിൽ വേസ്റ്റിൻ്റെ അതിപ്രസരവും മണ്ണിടിഞ്ഞ് വീണും നീര് ഒഴുകുന്നതിന്, വെള്ളം ഒഴുകുന്നതിന് സാധിക്കാത്ത ഒരവസ്ഥയാണ്. വളരെ കുറച്ച് സ്ഥലം മാത്രമേ വെള്ളം ഒഴുകാനായിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ മണ്ണിടിഞ്ഞൊക്കെ പോയതുകൊണ്ട് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 1 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വെള്ളം അധികമായി കെട്ടിക്കിടക്കുന്നത്. യാത്രക്കാർക്ക് പോകാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഒത്തിരിയേറെ വാഹനങ്ങൾ ആ വെള്ളത്തിൽ വന്ന് ബ്രേക്ക് ഡൗൺ ആയി പോകുന്നുണ്ട്. ഈ 200-250 മീറ്റർ അക്കരെ ഇക്കരെ കിടക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ഉണ്ട്. അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഭാഗത്തുള്ള കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു അവസ്ഥ മാത്രമല്ല. ഈ മഴ തുടങ്ങി കഴിഞ്ഞപ്പോൾ എറണാകുളം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, തമ്മനം, ഹൈവേ, പാലാരിവട്ടം, അങ്ങനെ പല സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങി റോഡ് ഗതാഗതം വളരെ സ്തംഭിച്ച ഒരവസ്ഥയിലാണ്. വാഹനങ്ങളൊക്കെ മണിക്കൂറുകളോളം ക്യൂവിൽ കിടന്നിട്ടാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഈ മഴ ഇതിപ്പോൾ കാലവർഷം തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ട് ഇതിനേക്കാളും വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഇത് ജനങ്ങളുടെ ഒരു നിസ്സഹായ അവസ്ഥയും ഭരണവർഗത്തിൻ്റെ ഒരു അനാസ്ഥയുമാണ്. ഇവിടെ ഭരിക്കുന്നത് ആര് തന്നെയായിരുന്നാലും അവരൊക്കെ ഈ മഴക്കാലത്തിന് മുമ്പ് ഇവിടുത്തെ വെള്ളം പോകാനായിട്ടുള്ള കാനകളും തോടുകളുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വളരെ ഭംഗിയാക്കിയിരുന്നുവെങ്കിൽ ഈ പല വെള്ളക്കെട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും അധികാരികൾ ചെയ്തില്ല. അത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ എറണാകുളം നഗരത്തിൽ ഇത്രയേറെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. അതിന് ജനങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രതികരിച്ചാൽ മാത്രമേ അധികാരവർഗത്തിൻ്റെ കണ്ണ് തുറക്കുകയുള്ളൂ. ഈ വോട്ട് കൊടുത്ത് ഇവരെയൊക്കെ അധികാരത്തിലേറ്റുന്ന പൊതുജനങ്ങൾക്ക് അവരെ മറ്റൊരു വോട്ടിങ്ങിലൂടെ അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ഒരു അധികാരവും കൂടെ പൊതുജനത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ ഇവരൊന്നും ഇതുപോലെ പെരുമാറുകയില്ലായിരുന്നു. ജനങ്ങളോടൊരു പേടിയുണ്ടാകുമായിരുന്നു. നല്ല രീതിയിൽ ഭരിച്ചേനെ. ഇപ്പം വോട്ട് കൊടുത്ത് വരെ അധികാരത്തിലേറ്റാൻ മാത്രമേ പാവപ്പെട്ട ജനങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള മഴക്കാലം വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഒരുപാട് വണ്ടികൾ അപകടത്തിൽപ്പെടുന്നു, ഒരുപാട് പേര് യാത്രയ്ക്ക് പ്രശ്നം വരുന്നു, വീടുകൾ നഷ്ടപ്പെടുന്നു, അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ മുണ്ടമ്പാലത്ത് കാണുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലോറിത്താവളമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് പുഴയാണെന്ന് നമുക്ക് തോന്നുന്നു. അതുപോലെ വിശാലമായിട്ട് ആ ഒരു മതിൽക്കെട്ട് കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. നമുക്ക് കണ്ടു കഴിയുമ്പോൾ തോന്നുന്നു ഏതാണ്ടൊരു തോടോ അല്ലെങ്കിൽ ആറോ ഒക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്ന് ഈ എറണാകുളം നഗരത്തെ ഈ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കണം എന്ന വിനീത അഭ്യർത്ഥനയും എനിക്കുണ്ട്. ക്യാമറാമാൻ GK യോടൊപ്പം ജിജോ കടവിൽ.